പക്ഷെ മറ്റേ ഈ സ്വിച്ചിട്ട പോലെ അഭിനയിക്കണ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ചെയ്യണ ഒരു ആർട്ടിസ്റ്റ് ആണ്. ഗ്ലിസറിൻ കൂടി വേണ്ട അവർക്ക്. ഇപ്പൊ ചില കരച്ചിലൊക്കെ പറഞ്ഞ നേരെ എന്നിട്ട് ഇത് കരച്ചിൽ വേണമല്ലേ, ഓക്കെ കുറച്ച് ഈ കണ്ടെന്ന് മാത്രം മതിയോ, എത്ര കണ്ണീര് വേണം, അങ്ങനെ അത് ശരിക്കും മറ്റേ നമ്മള് തമാശ പക്ഷെ നമ്മള് മറ്റേ അപ്പൊ തന്നെ കണ്ണെന്നൊക്കെ വെള്ളം. അതൊരു നമ്മള് എല്ലാരും ഞെട്ടിപ്പോകുന്ന ഒരു പരിപാടിയാണ്. ഫാന്റസി കോമഡി ത്രില്ലർ ട്രാക്കിലുള്ളത് പടമാണ്. എല്ലാ തരത്തിലും ഈ ഫാന്റസി ഇഷ്ടപ്പെടുന്നവർക്കും കോമഡി ഇഷ്ടപ്പെടുന്നവർക്കും ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്നത്. മജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രാൻഡ് ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്നതിൻ്റെ കാര്യം തന്നെയാണ്. കാരണം അവരുടെ രീതിക്ക് ഏറാം കഴിഞ്ഞതിന് ശേഷം വരുന്നവരുടെ പടമാണ് ആക്ച്വലി. അപ്പോൾ ഏറാം ഏത് ലെവലിൽ നിൽക്കുന്നു, അപ്പം അതിന് ശേഷം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇ ഡി ഇപ്പോൾ കഴിഞ്ഞു, അതിന് ശേഷം വരുന്നൊരു പടമാണ്. ഒരു നല്ല സിനിമ ചെയ്തുകൊണ്ട് പിന്നെ ഇനി കുറച്ചുകൂടെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലേ. ഇന്ന് സ്വന്തം പുണ്യാളൻ ടീം, നടൻ ബാലു വർഗീസ്, സംവിധായകൻ മഹേഷ് മധു, പ്രൊഡ്യൂസർ ലിഗോ ജോൺ, 3 പേരുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഒരു ആദ്യം തന്നെ ചോദിക്കാമെന്നുള്ളത്, ഈ ട്രയോ കോംബോ ഉണ്ടല്ലോ, ഇപ്പോൾ ബാലുവും അർജുൻ അശോകനും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ജാനേമന്നിലും ഒരു സിനിമകളിലും കണ്ടിട്ടുണ്ട്, അനശ്വര അർജുൻ അവരും കണ്ടിട്ടുണ്ട് സൂപ്പർ ശരണ്യയിൽ. നിങ്ങളുടെ 3 പേരുടെയും ടീം എന്ന് പറയുമ്പോൾ ഈ സിനിമയും ഹ്യൂമറിലൂടെയാണ് പോകുന്നത്. നമ്മൾ ടീസർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഹ്യൂമറിലൂടെ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ട്രയോ കോംബോ കെമിസ്ട്രി, ഹ്യൂമറോ, ഇത് സിനിമ പോലെ തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് സമയത്തും ഈ ഹ്യൂമർ ഭയങ്കര സുഖമായിരുന്നു? കാര്യം എസ്പെഷ്യലി നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അച്ചുവായിട്ട് ഞാൻ ജാനമൻ ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ ഉള്ളത് ജാനമനിൽ, പിന്നെ ഒരു ദിവസം അഭിനയിച്ചിട്ട് ഞങ്ങള്. പക്ഷെ ഞങ്ങൾ എപ്പോഴും അത്രയും അറിയുന്ന സുഹൃത്തുക്കളായതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. അനു എനിക്ക് ഭയങ്കര സർപ്രൈസിങ് സംഭവമായിരുന്നു. കാര്യം ആദ്യമായിട്ടാണ് അനുവായിട്ട് ചെയ്യുന്നത്. പക്ഷെ മറ്റേ ഈ സ്വിച്ചിട്ട പോലെ അഭിനയിക്കണ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ചെയ്യണ ഒരു ആർട്ടിസ്റ്റ് ആണ്. നമ്മളിവിടെ ചിരിച്ചും കളിച്ചിരിക്കുന്നതിലും പെട്ടെന്ന് ഷോർട്ട് റെഡി എന്ന് പറയുമ്പോഴത്തേ അവള് അപ്പൊ തന്നെ ക്യാരക്ടറൊക്കെ വേറെ സംഭവം ഇത്ര ചെറിയ കുട്ടി ഇത്രയും രസമായിട്ട് ചെയ്യുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും രസമുള്ള കലാകാരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അനുശ്വരനെ സംബന്ധിച്ച് ഇങ്ങനെ സ്വിച്ചിട്ട് പോലെ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ, ബാലുവിനെ പേഴ്സണലി എങ്ങനെയാണ് ഇത്? അല്ല, നമുക്കും സ്വിച്ചിടാൻ അത്രയും വലിയ സ്വിച്ച് ഇല്ല. അല്ല, അനുവിന്റെ സംഭവിച്ചാൽ ഇപ്പൊ ഗ്ലിസറിൻ കൂടി വേണ്ട അവർക്ക്. ഇപ്പൊ ചില കരച്ചിലൊക്കെ പറഞ്ഞ നേരെ എന്നിട്ട് ഇത് കരച്ചിൽ വേണമല്ലേ, ഓക്കെ കുറച്ച് ഈ കണ്ടെന്ന് മാത്രം മതിയോ, എത്ര കണ്ണീര് വേണം, അങ്ങനെ അത് ശരിക്കും മറ്റേ നമ്മള് തമാശ പക്ഷെ നമ്മള് മറ്റേ അപ്പൊ തന്നെ കണ്ണെന്നൊക്കെ വെള്ളം. അതൊരു നമ്മള് എല്ലാരും ഞെട്ടിപ്പോകുന്ന ഒരു പരിപാടിയാണ്. എങ്ങനെയാണ് സംവിധായകൻ ഈ 3 പേരിൽ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ 3 പേര് ആദ്യമായിട്ടാണല്ലോ നമ്മളൊരു ഫ്രെയിമിൽ കാണുന്നത്. ഇപ്പൊ സിനിമയുടെ ടീസർ കാണുമ്പോഴും കൂടുതലും ഇവര് 3 പേരിൽ നിൽക്കുന്ന ഒരു വെർബൽ പ്ലേ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 3 പേരിൽ എത്തുന്നത് എങ്ങനെയാണ് ശരിക്കും? ആക്ച്വലി ഒരാളുണ്ട്, അൽത്താഫിക്ക. അൽത്താഫും മൂന്നുപേരുടെ ഒരു കളിയാണ് പരിപാടി. ഇവരെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ഈ ഒരു ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിൽ വന്ന കുറച്ച് ആളുകളുണ്ട്. അവരിലേക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് എത്തിയത് അപ്പം തന്നെ ഓണാവായിരുന്നു. അർജുൻ ചേട്ടനിലേക്ക് എത്തി, ബാലചേട്ടനിലേക്ക് എത്തി, പിന്നെ അനശ്വരനിലേക്ക് എത്തി. അങ്ങനെ അർജുൻ ചേട്ടൻ്റെ ക്യാരക്ടർ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് പുള്ളി ചെയ്താൽ അത് രസമാവും എന്നുള്ളൊരു രോമാഞ്ചത്തിലെ കഥാപാത്രമായിട്ടൊക്കെ ഒരു സിമിലർ ആണോ? കാണുമ്പോ ചെറിയ ട്രെയിറ്റ് അതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് എക്സെൻട്രിക് ആണ്. അതുമായിട്ട് ബന്ധം വരാത്ത രീതിയിൽ പിടിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറിനോടാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു നിർമ്മാണ സംരംഭമാണ്. ഈ പ്രൊജക്ട് ഡിസൈൻ തൊട്ട് ഇപ്പോൾ മഹേഷ് മധുവിനെ പോലുള്ള സംവിധായകന്റെ അടുത്ത് വരുന്നു ഈ ആക്ടേഴ്സിന്, എങ്ങനെ ഈ പ്രൊജക്ട് ഡിസൈൻ സംഭവിക്കുന്നത്? പേഴ്സണൽ ജേർണി ചെയ്തിട്ട് മഹേഷ് മധു ഡയറക്ടർ അടുത്ത് പോകുന്നത്. മഹേഷ് മധു ഡയറക്ടർ ഈ പ്രൊജക്റ്റുമായിട്ട് എന്നെ അടുത്തിട്ട് അതെ, നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നതൊന്നുമല്ല, അതൊക്കെ വളരെ വലിയൊരു കഥയാണ്. അതിനുവേണ്ടി അത് മാത്രമായിട്ട് ഞങ്ങൾ വേറെ പുതിയൊരു പടം പ്ലാൻ ചെയ്യുന്നത്. അതായത് സത്യത്തിൽ ഞാൻ പറഞ്ഞത് നമുക്ക് മനുഷ്യർക്കെല്ലാം, അല്ലെങ്കിൽ നമ്മളിപ്പം സിനിമ ഇൻഡസ്ട്രി നോക്കണം, ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഒരു പ്രത്യേകിച്ച് സംവിധായകനാകണമെന്ന് ആഗ്രഹിക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. വളരെ കടമ്പകൾ കടന്നേ പറ്റുള്ളൂ. അപ്പം മഹേഷിനെ സംബന്ധിച്ചിടത്തോളം 15 വർഷമായിട്ട് ഈ പറയുന്ന ഒരു പൊസിഷനിൽ എത്താനായിട്ട്, ഒരു സ്വതന്ത്ര ഡയറക്ടർ ആകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ ആർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഹേഷ് എനിക്ക് ഏറ്റവും സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരിക്കലും ഈ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഹി വാസ് കീപ്പ് ഓൺ ട്രൈങ്. അപ്പം എന്തെങ്കിലും ഒരിക്കലും എൻ്റെ ആ ഒരു ദിവസം വരുമെന്നുള്ളൊരു സ്വപ്നവും അത് മഹേഷിന് എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും പലപ്പോഴും ഞാൻ ഇതിന് ശേഷം യാദൃശ്യമായിട്ട് ഒരാളെ കണ്ടു. അദ്ദേഹം ഇത് ശ്രമിച്ച് നടനാകാൻ ശ്രമിച്ചാണ് ഒടുവിൽ ആ ഒരു പോയിന്റിലെത്തി. ഒരു ഡിസിഷൻ എടുക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും സിനിമയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ US പോയൊരു വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മഹേഷിനോട്, കാരണം അവസാനം വരെയും ഈ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വിജയം എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെ തേടിയുള്ള അവസരം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഈ അവസരം വന്നു അതുപോലെ വളരെ യാദൃശ്യമായിട്ടാണ്, വളരെ ഒരു ചെറിയൊരു വാട്സപ്പ് മെസ്സേജിൻ്റെ രൂപത്തിലാണ് ഈ മെസ്സേജ് എന്നെ തേടിയിരുന്നത്. അല്ലെങ്കിൽ അതൊരിക്കലും സിനിമ എന്നുള്ളൊരു സംഭവമായിട്ടല്ല വന്നത്. മഹേഷിൻ്റെ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കുറച്ച് ലിങ്ക്സും കാര്യങ്ങളും ആയിട്ട് പുള്ളി ഗ്രൂപ്പ് മെസ്സേജ് അയച്ചതാണ്. ചിലപ്പം 1000 പേർക്കോ 2000 പേർക്കോ അയച്ചതായിരിക്കും. അതിനകത്ത് ഒരാൾ ഞാനായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ അവസാനം വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ അന്ന് തന്നെ മഹേഷിനോട്, മഹേഷ് ഞാൻ വിളിച്ച് ജസ്റ്റ് ഡയറക്റ്റ് ഓഫീസിൽ മീറ്റ് ചെയ്യാനായിട്ട് വരാൻ പറയുന്നു. വന്ന് ഞാൻ ആദ്യം മഹേഷിൻ്റെ കഥകളാണ്, ഇതിന് മുന്നുള്ള സംഭവങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ 15 വർഷമായിട്ട് ഹി വാസ് കീപ്പ് ഓൺ ട്രൈങ്. അപ്പം അവസാനം ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന അവസരത്തിലാണ് ഈ മെസ്സേജ് വരുന്നത്. അപ്പം അതേപോലെ അതൊരു ദൈവാനുഗ്രഹം കൂടെയാണ്. അപ്പം നമുക്ക് പലപ്പോഴും തോന്നും ഈശ്വരൻ നമ്മളെ കൈവിട്ടു, അല്ലെങ്കിൽ ദൈവം എൻ്റെ പക്ഷത്തില്ല എന്നൊക്കെ തോന്നുന്നതാണ്. പക്ഷേ അത് എത്തേണ്ടടുത്ത് ആ മെസ്സേജ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ കണ്ടത്. അപ്പം ഇതുപോലുള്ള അനേകരുണ്ട് ആക്ച്വലി. അപ്പം നമുക്ക് പറയാനുള്ളത് കീപ്പ് ഓൺ ട്രൈങ്. ആക്ച്വലി ഒരിക്കലും നമ്മൾ ഒരു പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളത് തന്നെയാണ് മൂവി നൽകുന്ന മെസ്സേജും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന മെസ്സേജും എല്ലാം തന്നെയാണ്. ഹ്യൂമറിലാണോ പ്രോപ്പറായിട്ട് ഈ സിനിമയുടെ ഒരു വലിയ ശതമാനം ഹ്യൂമറിൽ തന്നെ? എന്ന് സ്വന്തം പുണ്യാളം എന്ന് പറയുന്നത് ഒരു ഫാന്റസി കോമഡി ത്രില്ലർ ട്രാക്കിലുള്ളൊരു പടമാണ്. എല്ലാ തരത്തിൽ ഈ ഫാന്റസി ഇഷ്ടപ്പെടുന്നവർക്കും കോമഡി ഇഷ്ടപ്പെടുന്നവർക്കും ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇപ്പോൾ ഹ്യൂമറിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഹ്യൂമർ ആണല്ലോ. ഇപ്പോൾ പല സിനിമയിൽ ഇപ്പോൾ സറ്റയർ ട്രൈ ചെയ്യാൻ സ്ലാപ്സ്റ്റിക് കോമഡി എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നത്. ബാലുവിന് എങ്ങനെ? ഭയങ്കര ഇപ്പോൾ ശരിക്കും ഹ്യൂമർ എന്ന് പറഞ്ഞാലും വളരെ സീരിയസ് സിറ്റുവേഷൻസ് ആണ്. പക്ഷെ അത് പുറമേന്ന് കാണുമ്പോൾ അത് ഹ്യൂമറായിട്ട് തോന്നുന്നു. അപ്പൊ അതിന്റെ പ്ലേ എല്ലാം സ്ലാപ്സ്റ്റിക് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു തമാശയാണ്. ഇപ്പൊ ഹ്യൂമർ ആകുമ്പോൾ തന്നെ ഇപ്പോൾ ഇതിൽ വർക്ക് ആവുന്ന ഫാക്ടർ പറഞ്ഞാൽ പെർഫോമൻസിലാണല്ലോ വർക്ക്. അപ്പൊ നമ്മൾ എത്ര ഓൺ പേപ്പർ എഴുതിയാലും ഈ ആക്ടേഴ്സ് ഡെലിവർ ചെയ്യുന്നതിലാണല്ലോ ഹ്യൂമർ വർക്ക് ആവുന്നത്. അപ്പം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ ഈ കോംബോ ഉണ്ടല്ലോ, നിങ്ങളുടെ കെമിസ്ട്രി, ഇത് നിങ്ങൾ നടത്തുന്ന ഒരു പ്രെപ്പ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഹ്യൂമർ വർക്ക് ആണെന്ന് ഓർഗാനിക് ആയിട്ട് ചെയ്താലേ മനസ്സിലാവുള്ളൂ. എന്ത് പരിപാടി ആണെങ്കിലും സ്പെഷ്യലി ഹ്യൂമർ, അത് ആ ടൈമിങ് എല്ലാം സംഭവിക്കണം. ഇത്രയും ലെവലിൽ പ്ലേ ആകുമ്പോൾ നമ്മൾ എന്തായാലും റിഹേഴ്സൽ പോലെ നമ്മൾ ചെയ്ത് അപ്പത്തേക്ക് ചിലപ്പോൾ ഒരു സാധനം കൂടി ആഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പൊ അങ്ങനെ ആയിരിക്കുള്ളൂ ഇംപ്രവൈസ് ചെയ്ത്. കോമഡി മാത്രം അങ്ങനെ ഒരു പരിപാടിയാണ്. അത് മുമ്പ് നമുക്ക് പ്രീ പ്ലാൻ ചെയ്തിട്ട് ഓക്കെ ഇവിടെ ഒരു ചിരി അത് പറയാൻ പറ്റും. അത് ചിലപ്പോൾ സംഭവിക്കുന്നറിയാം. അത് നമ്മളിപ്പോ എഴുതി വെച്ചതിനേക്കാളും ചിലപ്പോ ഒരു ചെറിയൊരു നോട്ടത്തിലായിരിക്കുള്ളൂ ഇതിന്റെ ഹ്യൂമർ മൊത്തം വർക്ക് ആവുന്നത്. അപ്പൊ അത് ചെയ്തു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ടൈമിംഗ് കൊള്ള, ഇയാള് ഈ സാധനം ഇവിടെ പറയുമ്പോ അത് ചിരി കിട്ടും എന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ 3 പേരെ ഡീൽ ചെയ്യുന്നതിൽ സെറ്റിൽ ഉണ്ടാവുന്ന ഹ്യൂമർ ഭീകരമായിട്ടുണ്ടോ? അതായത് ഇംപ്രവൈസേഷനിലൂടെ ഉള്ള ഹ്യൂമർ? അല്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഹ്യൂമർ കൂടുതലും നമ്മൾ എഴുതിക്കൊണ്ടുവരുന്നതിനെക്കാട്ടുപരി ആ സമയത്ത് ആ ഒരു സീൻ നമ്മൾ ഒന്ന് ബ്രീഫ് ചെയ്തെടുക്കുമ്പോൾ സ്പോട്ടിൽ ചില പരിപാടികൾ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് വരും. പിന്നെ നമുക്ക് ചില പരിപാടികൾ തോന്നും. അതാണ് ആക്ച്വലി അടിപൊളിയായി വരാറ്. ഇപ്പൊ ബാലുവിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ടീച്ചർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇപ്പൊ പള്ളിയിലച്ഛനാവും തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തി, ഒരു പ്രണയം ഒക്കെ ചെറുപ്പകാലത്തുണ്ട്, അങ്ങനെ പള്ളിയിലച്ഛനാവുന്നു. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു വെർബൽ പ്ലേ എന്നുള്ളത് എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്താ ഒരു പേഴ്സണൽ ഹൈ ഇതല്ലാതെ പറയാൻ പറ്റാവുന്ന? ഇതല്ലാണ്ട് പറയാൻ പിന്നെ തോമസ് ശരിക്കൊരു വളരെ പാവത്താനായിട്ടുള്ള, എല്ലാവർക്കും നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഈ പറഞ്ഞ വലിയ പെട്ടെന്ന് നോ പറയാനും ഇറക്കി വിടാനും അങ്ങനെയൊന്നും പറ്റാത്ത വളരെ നല്ലൊരു വ്യക്തിയാണ് തോമസ്. പക്ഷെ ഇയാള് അത്രയും നല്ല ആളായത് കൊണ്ട് ഇയാൾക്ക് കിട്ടുന്ന പണികളാണ് ഇത്തിരി ഓവർ ശുദ്ധനാണ് പുള്ളി. അപ്പൊ അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നവും. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് കിട്ടുന്നൊരു പണിയാണ്. അപ്പൊ അത് മൊത്തം ഇയാളുടെ ലൈഫ് തന്നെ തിരിഞ്ഞു പോകുന്നു. മൊത്തത്തില് ഇയാളുടെ ലൈഫിൽ തന്നെ ഒരു വലിയ സ്റ്റക്ക് വരുന്നു. ഡയലോഗിൽ പറഞ്ഞാലേ എല്ലാ വയ്യവേലി എന്റെ ഡയലോഗ് തന്നെ വരുന്നുണ്ട്.
2024 ഇപ്പോൾ അവസാനത്തോടെ നമ്മളിപ്പോൾ അവസാന ലാപ്പിലൂടെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷനിൽ തന്നെ ഇപ്പോൾ ഡേ ബൈ ഡേ പുതിയ പുതിയ സെക്ടറിലോട്ടാണല്ലോ വരുന്നത്. അതിലിപ്പോൾ പ്രധാനമായിട്ട് ഈ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഗ്രാൻഡിയർ വലിയൊരു ഫാക്ടർ ആവുന്നുണ്ട്. വലിയ സിനിമ ചെയ്യുക, വലിയ ക്യാൻവാസുള്ള സിനിമ ചെയ്യുന്നു, അത് ആളുകൾ തിയേറ്ററിൽ കാണുന്നു. പക്ഷേ ചെറിയ സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നില്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ആദ്യത്തെ സിനിമയായിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്താ തോന്നുന്നത്? അല്ല, തീർച്ചയായിട്ടും ആ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്ത ഫാക്ടർ തന്നെയാണ്. കാരണം എൻ്റെ മുന്നിൽ മഹേഷ് സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു എക്സ്പീരിയൻസ് പ്രൊഡ്യൂസറൊന്നുമല്ല, പക്ഷേ ഞാൻ സിനിമ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് വീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് 2 രീതിയിൽ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാമായിരുന്നു. ഒന്ന് വളരെ ചെറിയൊരു മൂവിയായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു, ഒന്ന് ബിഗർ ക്യാൻവാസിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പിക്ചറായിട്ട് തന്നെ അവതരിപ്പിക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് 2ാമത്തെ വഴി തന്നെയാണ്, അത് വലിയൊരു പിക്ചറായിട്ട് തന്നെ അവതരിപ്പിക്കുക എന്നുള്ള സംഭവം തന്നെയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ താരങ്ങളെ നോക്കി, അതായത് വലിയ ഇപ്പം ഫസ്റ്റ് ഡേ ഭയങ്കര ഒരു ഹെവി റഷ് ഉണ്ടാക്കുന്ന താരങ്ങളല്ല. ഈ സിനിമയിൽ ഈ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് ആപ്റ്റാണ്, പ്ലേസ്മെൻറ്റ്സ് ആപ്റ്റാണ്. ആക്ച്വലി ഈ ഒരു പുതിയ ആൾ ഒരു സിനിമയായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര വലിയ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആക്ച്വലി ഒരു സിനിമയിൽ പുതിയ ആളുകൾക്ക് ഒരു 50% പോലും സംഭവിക്കാറില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ലിഗോ സാറിനെ പോലെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയത് മാത്രമാണ് ഈ സിനിമ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം അത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഭാഗ്യമല്ല. അത് സാറ് കൂടെ നിന്നു, സാർ ഇങ്ങനെ ഒരു പരിപാടി വേണം എന്ന് പറയുമ്പോൾ അത് എന്നെക്കാട്ടി കുറച്ചുകൂടെ സാറ് ചിലപ്പോൾ ചില ഏരിയകളിൽ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കെന്നാൽ ഇങ്ങനെ പിടിക്കാം. നീ ഇപ്പം സാംസിയസ് എക്സാമ്പിൾ, സാംസിയസിൻ്റെ മ്യൂസിക് പടം വന്നു. സാംസിയസ് അറിയാമല്ലോ, പുഷ്പ പോലത്തെ വലിയ പടങ്ങൾ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ പടത്തിന് മുമ്പ് വേറെ കുറേ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പടം ഔട്ട് വന്നു, ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞ് എല്ലാവരും ഇത് കണ്ടു, സാറ് കണ്ടു. അപ്പം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഹാപ്പിയായി, പരിപാടി വർക്കാണ്. അപ്പോൾ സാറാണ് പറഞ്ഞത് ധൈര്യമായിട്ട് നീ അങ്ങനെയാണെങ്കിൽ സാംസിയസ് ഒരിക്കലും എല്ലാ പടവും എടുത്ത് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അല്ല. അപ്പോൾ പുള്ളി ടീമായിട്ട് വന്നു, പടം കണ്ടു, പുള്ളിക്കും വർക്കായി. അങ്ങനെയാണ് നമ്മൾ മാജിക് ഫ്രെയിംസിലേക്ക്. അപ്പോൾ അതും സാറ് പറഞ്ഞു, പടം മ്യൂസിക് എല്ലാം വന്ന് കണ്ടപ്പം വീണ്ടും അപ്ലിഫ്റ്റ് ആയിട്ടുണ്ട് പടം. അപ്പോൾ ഇത് നല്ല മലയാളത്തിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തന്നെ ഈ പടം വിതരണത്തിൽ വരണം. അങ്ങനെ മാജിക് ഫ്രെയിംസിനെ അപ്രോച്ച് ചെയ്യുന്നു. അവർ ടീമായിട്ട് വന്ന് പടം കണ്ടു, അവർക്കും ഒറ്റ സ്ട്രെച്ചിന് തന്നെ പടം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു മാജിക്കൽ എഫക്റ്റ്, ഒരു പുണ്യാളൻ മാജിക്കൽ എഫക്റ്റ് തുടക്കം തൊട്ട് ഇപ്പോൾ റിലീസാകാൻ പോകുന്നവരെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പടത്തിൽ. അത് ഇവൻ സാറ് ഭയങ്കര പോസിറ്റീവ്. ഇപ്പം ഞാനൊക്കെ ഡൗൺ ആയി പോകുമ്പോൾ ഒന്നുമില്ല, എല്ലാം റെഡിയാവും, അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു ടോട്ടൽ പോസിറ്റീവ് പരിപാടിയായിരുന്നു ഞങ്ങളെ. സാംസിയസ് മാത്രമല്ല, പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ അതുപോലെ തന്നെ സാധാരണ മൂവീസ് പോകുന്ന ലെവലിൽ നമ്മൾ മാറ്റി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവീസ് എങ്ങനെയാണ് പോകുന്നത് ആ രീതിയിലേക്ക് മാറ്റിയത്. ആ രീതിയിലുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിലും മിക്സിങ്, സൗണ്ട് മിക്സിങ്, സൗണ്ട് എഫക്ട്സ് എല്ലാം തന്നെ ആ ഒരു നമ്മൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പോയില്ല. കാരണം പടം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ക്യാമറമാൻ ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി സ്ക്രിപ്റ്റ് മുതൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ബേസും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നില്ല. സാധാരണഗതിയിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നത്. പക്ഷേ നമ്മളെ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷനാണ് കോസ്റ്റ് കൂടുന്നത്. കാരണം നമ്മളൊന്നിനും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അതിനകത്ത്. അതെന്താണെന്ന് വെച്ചാൽ അത്രത്തും നല്ലൊരു പിക്ചറായിട്ട് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രാൻഡ് ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്നതിൻ്റെ കാര്യം തന്നെയാണ്. കാരണം അവരുടെ രീതിക്ക് ഏറാം കഴിഞ്ഞതിന് ശേഷം വരുന്നവരുടെ പടമാണ് ആക്ച്വലി. അപ്പോൾ ഏറാം ഏത് ലെവലിൽ നിൽക്കുന്നു, അപ്പം അതിന് ശേഷം വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ED ഇപ്പോൾ കഴിഞ്ഞു, അതിന് ശേഷം വരുന്നൊരു പടമാണ്. അപ്പം ആ ഒരു അവർക്കത് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറായത് തന്നെ. അപ്പം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാംസിയസിന് പോലെ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ രണദീവ് ആണല്ലോ സിനിമാറ്റോഗ്രാഫിയിൽ ഓൺ ബോർഡ് വരുന്നത്. ഞാൻ പേഴ്സണലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള വർക്കാണ് പുള്ളി. അദ്ദേഹത്തെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് രണിച്ചേട്ടൻ പ്രോജക്റ്റിന് തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന പരിപാടി. രണിച്ചേട്ടൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു ഇങ്ങനെ വരണം എന്നൊരു റെഫറൻസോ പരിപാടിയോ കാണിച്ചാൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് ഇടും. അത് കളർ ടോണിലായാലും ബാക്കി എല്ലാ ഇതിലും ഭയങ്കര സപ്പോർട്ടീവ് ഒരു ഭയങ്കര അടിപൊളി ക്യാമറമാൻ. നമ്മുടെ സിനിമയ്ക്ക് ആ ഒരു തണുപ്പും ആ ഒരു ഫീല് വേണമായിരുന്നു. അത് പക്ഷേ മാജിക്കൽ പുണ്യാളൻ അത് ഭയങ്കര രസമായിട്ട്. ആക്ച്വലി ഈ സിനിമ നടക്കുന്നത് കുട്ടിക്കാനത്തുള്ള വളരെ ഒരു കുന്നിന്റെ മുകളിൽ നമ്മൾ സെറ്റ് ഇട്ടതാണ് പള്ളി. അപ്പോൾ ഈ പള്ളിക്കും ഈ പള്ളിയുടെ ഉള്ളിൽ ഈ അച്ഛൻ്റെ റൂമിനൊക്കെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ലൈറ്റപ്പും അങ്ങനൊരു പരിപാടി മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചതിനെ കാട്ടിക്ക് വളരെ ഗംഭീരമായിട്ട് പുള്ളി
തന്നിട്ടുണ്ട്. ഈ പടത്തിൽ ട്രെയിലറും ടീസറും കാണാമെന്നൊക്കെ മനസ്സിലാവും. നമ്മളെ ഫസ്റ്റ് ചോയ്സ് ക്യാമറമാൻ തന്നെയായിരുന്നു. കാരണം CA പോലുള്ള ഞാൻ ഭയങ്കര CA ആയിട്ട് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ യുവമിൻ്റെ പുസ്തകത്തിലുള്ള പുള്ളി അസോസിയേറ്റ് ബാലു ഇപ്പോൾ 2024 നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാലുവിനെ സംബന്ധിച്ചും ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഗെയിം ചേഞ്ചിങ് വർഷമാണല്ലോ. മഞ്ഞുമല പോലെ എത്രയും വലിയൊരു ഹിറ്റ് ഇപ്പോൾ ഇൻഡസ്ട്രി ഇപ്പോൾ ക്രിട്ടിക്കലി അല്ലെങ്കിൽ തിയേറ്ററിക്കൽ ഹിറ്റ് പോലെ തന്നെ നിങ്ങളുടെ ടീമാണല്ലോ, നിങ്ങളുടെ പേഴ്സണൽ ടീമിന് കൂടെ എല്ലാവരുടെയും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കുമല്ലോ. പോസ്റ്റ് മഞ്ഞുമല നോക്കുകയാണെങ്കിൽ ബാലുവിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണലും? ഭയങ്കര ചേഞ്ച്, ഒരു ഗെയിം ചേഞ്ചിങ് അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ട്. നല്ല സിനിമ നമുക്ക് എല്ലാവരും നമ്മളുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളൊരു സംഭവം, ഒരു സന്തോഷമുണ്ട്. പക്ഷെ എപ്പോഴും ഒരിക്കലും ഒരു നല്ല സിനിമ ചെയ്തുകൊണ്ട് പിന്നെ ഇനി കുറച്ചുകള് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ സിനിമകളും നമ്മള് ഇതേ എഫേർട്ടും ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇടേണ്ടവരായിരിക്കും. അപ്പോ ഒരിക്കലും അതൊരു അത് കഴിഞ്ഞ് അതിന്റെ മുമ്പ് അങ്ങനെ ഒന്നും നോക്കണമെന്നില്ല. എല്ലാ സിനിമകളും ഇതേ എഫേർട്ടിന്റെ അടുത്ത് തന്നെ ചെയ്യുന്നത്. ഇനിയുള്ള പടങ്ങളിലും ഇതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇടും. തീരുമാനങ്ങളിൽ എന്തെങ്കിലും കുറച്ചും കൂടി സ്ക്രിപ്റ്റുകളൊക്കെ കുറച്ചും കൂടിയൊക്കെ വരാൻ തുടങ്ങി. കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പൊ ശരിക്കും മഞ്ഞുമലല്ല, എനിക്ക് അതിനേക്കാളും മുമ്പായിരുന്നു ശരിക്കും എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നത്. കാര്യം ജാനേമൻ, ഓപ്പറേഷൻ ചാവ, ആ സമയത്തായിരുന്നു എനിക്ക് എന്റെ ശരിക്കും ഒരു ഗെയിം ഒരു മൊത്തത്തില് എന്റെ ഒരു ടേൺ കിട്ടുന്നത്. കാര്യം എനിക്ക് പല രീതിയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത് അപ്പോഴായിരുന്നു. അതിനു മുമ്പ് എപ്പോഴും മറ്റേ കൊച്ചിക്കാരൻ പോയി എന്ന് പറഞ്ഞ് മാത്രമേ അങ്ങനെയായിരുന്നു എനിക്ക് അത്രയും വരുള്ളൂ, അത്രയും കോൾസ് എനിക്ക് ഉണ്ടാവുള്ളായിരുന്നു. ഈ സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് വേറെ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആൾക്കാർ തോന്നി തുടങ്ങിയ പിന്നെ ഡയറക്ടേഴ്സിന്. ഈ അർജുനായിട്ട് പേഴ്സണൽ ഇത് തുടങ്ങുന്നത് എവിടെ വെച്ച്, അതായത് ആ സന്ദർഭമൊക്കെ അല്ല, അശ്വിന് നേരത്തെ അറിയാവുന്നതാണ്. അശോകേട്ടൻ വഴി നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. എന്റെ സിസ്റ്ററിന്റെ ഒക്കെ ജൂനിയർ ആയിരുന്നു ഇവൻ. അപ്പൊ ചെറുപ്പം തുടങ്ങി നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ പിന്നെ സിനിമ ഓർക്കുട്ടിൽ ഓർമ്മക്കുട്ടുന്ന സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയിലായിരുന്നു ഞങ്ങള് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ വെച്ചാണ് ഒന്നുകൂടി ക്ലോസ് ആയി തുടങ്ങിയത്. പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മളുടെ ഫാമിലി തന്നെയാണ്. ഈ മറ്റിപ്പോ ഞാനിപ്പോ 2024 സിനിമകൾ എന്ന് പറഞ്ഞല്ലോ, ഇത് മഞ്ഞുമല മാത്രമല്ല, നിങ്ങൾ ഭാഗമാവാത്ത സിനിമകൾ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ 2012 എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഒന്നിച്ചൊരു സീരീസ് ഓഫ് ഭയങ്കര അടിപൊളി സിനിമകൾ വന്നിട്ട് ഭയങ്കര ചർച്ച ചെയ്ത്, ഇപ്പോൾ ചാപ്പാക്കുരിശ് അല്ലെങ്കിൽ മറ്റേ ട്രാഫിക് പോലുള്ള സിനിമകളൊക്കെ വന്ന സമയത്ത് ഈ ഡിസ്കഷൻ അതിനൊക്കെ ആയിട്ടാണ് 2024 കമ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു ഇയർ എൻഡ് റൗണ്ട് അപ്പ് നോക്കുകയാണെങ്കിൽ എന്താ പറയാൻ പറ്റുക ഈ 2024? വളരെ ഹാപ്പിയാണ് ആസ് എ മലയാളി ഓഡിയൻസ് ആൻഡ് ആസ് എ പാർട്ട് ഓഫ് മലയാളം സിനിമ. നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് കൂടി ഭാഗമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഓൾ ഇന്ത്യ നമ്മളുടെ സിനിമനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയത് എങ്ങനെ മലയാളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, എല്ലാ ജോണറിലെ പടങ്ങളും ഇവിടെ വർക്കാവുന്നു. അതെല്ലാം നമ്മള് ശരിക്കും പുറത്തുനിന്നൊക്കെ നമ്മളുടെ ക്യാമറയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ നമ്മളുടെ മലയാള സിനിമയില് വരുന്ന ഭയങ്കര വിലയാണല്ലോ നമുക്ക്. നമ്മൾ ഈ പടം തന്നെ തമിഴിൽ ഡബ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവരെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ഹാപ്പി ആവും. നമുക്ക് മലയാളത്തിൽ നിന്ന് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നു പറയുമ്പോൾ തന്നെ ഭയങ്കര അവരങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ കഴിഞ്ഞ തവണ ഇറങ്ങിയ ഹിറ്റായ പടങ്ങൾ തന്നെ പല പല ജോണറിലെ പടങ്ങളാണ്. പക്ഷെ അതെല്ലാം അതിന്റെ രീതിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഈ കൈൻഡ് ഓഫ് സിനിമ മാത്രമേ ഇവിടെ ഓടുള്ളൂ എന്നുള്ളൊരു പരിപാടി ഇല്ല. ഇവിടെ മാസ് ഓടും, ക്ലാസ് ഓടും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ നമ്മള് പുതിയതായിട്ട്. ഇത് ബൈലിംഗ്വലിലും കൂടെ ആണല്ലോ വരുന്നത്. ബൈലിംഗ്വൽ ആവുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ഒരു ചാലഞ്ച് എന്ന് പറയാനുള്ള ഒരു ഇത് എന്താണ് ഒരു ഫാക്ടർ? ഒരിക്കലും ഈ കഥയുടെ അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള സബ്ജക്ട് യൂണിവേഴ്സൽ ആവുന്നതുകൊണ്ടും കൂടെ യൂണിവേഴ്സൽ സബ്ജക്റ്റ് കൂടിയാണ്. പിന്നെ മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല, പടത്തിൻ്റെ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഔട്ട് കണ്ടതിന് ശേഷം തന്നെയാണ് തമിഴ് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരുന്നത്. അതിന് കൂടുതൽ പ്രേരിപ്പിച്ച് ഇത് കണ്ട ഇപ്പം തമിഴ് പ്രേക്ഷകർ പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പല ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർ, തമിഴ് ബേസ് ചെയ്തിട്ടുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉള്ളവർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് കണ്ടുന്ന അഭിപ്രായങ്ങളുണ്ട്. ആക്ച്വലി അങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് ഒരുപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ റിലീസ് ചെയ്യുന്ന തൊട്ട് പുറകിൽ തന്നെ അവിടെയും ചെയ്യണം എന്നുള്ളൊരു സംഭവം. കാരണം
എല്ലായിടത്തും വർക്കാവുന്ന ഒരു കഥ തന്നെയാണ്. പിന്നെ തമിഴിൽ ഒരു കുറച്ചുകൂടെ കോമ്പറ്റീവ് ആയിട്ട് ഡബിങ് ഒക്കെ വളരെ അവർക്ക് കോമ്പറ്റീഷനാണ്. മലയാളത്തൊക്കെ നന്നായിട്ട് ഞങ്ങൾ ഡബ് അല്ലല്ല അവരെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ അത് ഉണ്ട്. എനിക്ക് തമിഴിൽ ആക്ച്വലി ഫാന്റസി അതൊരു ഭയങ്കര സ്വീകാര്യതയാണ് കൂടെ. എന്താണ് ഒരു വൈൻഡിങ് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ ആരാണ് പുണ്യാളൻ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയില്ല. പുണ്യാളൻ നമ്മുടെ സിനിമ കണ്ട് തന്നെ നിങ്ങൾ പറയേണ്ടതാണ്. പുണ്യാളൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഇയറിലൊരു ഗെയിം ചേഞ്ചിങ് സിനിമയായിട്ട് മാറട്ടെ. താങ്ക് യു വെരി മച്ച്.